ഞാനിപ്പം ആലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ധാരാളം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പാട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിനൊരു പ്രശ്നം വന്നപ്പോൾ, അതായത് പ്രളയം ബാധിച്ച് നമ്മുടെ കേരളം അവസാനിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് നമുക്കൊരു കൈത്താങ്ങായി എത്തിയത്. അവരെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാർ കേരളത്തിൻ്റെ നാവിക സൈന്യമെന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാലിപ്പോൾ അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ ശരിക്കും ആരുമില്ല, അവർക്കൊരു കൈത്താങ്ങായി. ഇപ്പം ആലപ്പാട് എന്ന് പറയുന്ന പ്രശ്നത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം അത്യാവശ്യം ട്രെൻഡിങ് ആണ്. എല്ലാവരും അറിഞ്ഞു വരുന്നു ആലപ്പാടിലെ പ്രശ്നം. ഇവിടെ ശരിക്കും ഇപ്പോൾ മൈനിങ് നടക്കുകയാണ്. വർഷങ്ങളായി ഈ പാവങ്ങൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. IRE പിന്നെ KMML എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളായ, അതായത് ഇന്ത്യൻ റെയർ എർത്ത് പിന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ വന്ന് ഖനനം തുടങ്ങിയിട്ട് വർഷങ്ങളായി. കരിമണലിന് വേണ്ടിയുള്ള അവരുടെ ഖനനം മൂലം ഇവിടെയുള്ള പാവപ്പെട്ടവർ മാറി താമസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ധാരാളം ആൾക്കാർ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ ചില പോസ്റ്റുകളും കാര്യങ്ങളെല്ലാം കണ്ടാണ് ഞാൻ ആലപ്പാടിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷെ ഞാനിവിടെ പ്രതീക്ഷിച്ച പോലെ അല്ല, ഞാൻ വിചാരിച്ചതിലും അപ്പുറമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ശരിക്കും പരിതാപകരമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഏതാണ്ടൊരു 3-4 കിലോമീറ്റർ അടുത്ത് മൈനിങ് ഏരിയ ആണ്. അതായത് നമ്മുടെ ഈ കടൽ തീരം മുഴുവൻ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കരിമണലിന് വേണ്ടി ഖനനം ചെയ്ത് ഇവിടുത്തെ ഈ കര തന്നെ അവരില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഉടനെ തന്നെ നമ്മുടെ ഈ ആലപ്പാട് എന്ന് പറയുന്ന സ്ഥലം മാപ്പിൽ നിന്ന് ഇല്ലാതാവും, ഉറപ്പാണ് ശരിക്കും. അതുമാത്രമല്ല, ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ ഏതാണ്ട് മാസങ്ങളായി നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു വാർത്തയും അതിനെക്കുറിച്ചൊരു വാർത്തയും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവില്ല. ചില പത്രങ്ങളിൽ വെച്ച് ഉൾപേജുകളിൽ ഒരു ചെറിയൊരു വാർത്ത മാത്രമായി അടങ്ങിപ്പോവുകയാണ് ആലപ്പാട് എന്ന് പറയുന്ന ഈ സ്ഥലം, ഈ മൈനിങ് പ്രോസസ്സ്. ഇതിനെക്കുറിച്ച് ശരിക്കും നമ്മളെല്ലാവരും അറിയണം. നമുക്കൊരാവശ്യം വന്നപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തിയ മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിൻ്റെ നാവിക സൈന്യത്തിന് ഇപ്പം നമ്മളെ ആവശ്യമുണ്ട്. നമ്മളത് അറിഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് ശരിക്കും നിങ്ങളിതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങളും ഇവിടെ എത്തി ഈ ഒരവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ തോന്നില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് സേവ് ആലപ്പാട്.